ഞാൻ മിസ്ബാ. ഞാൻ അബ്ദുള്ള. അപ്പോൾ നമ്മളുടെ ആദ്യ വ്ളോഗാണ്, ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ സ്കൂട്ടറിൽ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിനകത്തും പുറത്തും നമ്മൾ രണ്ടുപേരും ഒരുപാട് സ്ഥിരമായിട്ട് കറങ്ങാറില്ലാണ്. അല്ല അബ്ദു ഏതായാലും മേലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം അബ്ദു പറയുന്നത് കുറച്ച് റിസ്ക് ആണ്, കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഇറങ്ങാൻ വേണ്ടി കുറച്ച് പ്രയാസപ്പെടുന്നു പറയുന്നുണ്ട്. അളകാപുരി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന്റെ പേര് വെറൈറ്റി പേരാണ്. അതൊരു തമിഴ് ടച്ച് ഉണ്ട്. അളകാപുരി വെള്ളച്ചാട്ടം. നല്ല പേരല്ലേ? എനിക്കിഷ്ടായി. അടിപൊളി. നമ്മൾ തമിഴ്നാട്ടില് പഠിച്ചോണ്ട്. തമിഴ്നാട്ടിൽ പഠിച്ചു. അബ്ദു തമിഴ്നാട്ടിൽ പഠിച്ചിരുന്നു, കോയമ്പത്തൂർ പഠിച്ചിരുന്നു. അതാണ്. അപ്പൊ തമിഴിനോട് പ്രത്യേക ഒരു സ്നേഹം. കമ്പം. നമുക്ക് ഫസ്റ്റ് ബൈറ്റ് ചെയ്യാം. റെഡി, 1 2 3. നല്ല ക്രിസ്പിയാണ്. അടിപൊളി അടിപൊളി. ഒരു അരമണിക്കൂർ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ഈ ബ്രേക്ക് ആ മെൽട്ടായതൊന്ന് സെറ്റായി വരും. ഇപ്പോൾ ഇതൊരു ഐലൻഡ് ആണെങ്കിലും നല്ലൊരു ഫോറസ്റ്റ് തന്നെയാണ്. കാരണം വെച്ചാൽ നല്ല പച്ചപ്പുണ്ട് ഇതിന്. അതാ അത് നിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് സംഭവം. കൂടെ തന്നെയാണ് വരുന്നത്, വേറെ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ആട്ടിനെല്ലാം കൊണ്ടുവന്നല്ലേ. അങ്ങനെ നമ്മുടെ 2020 വന്നു. യെസ്. അപ്പൊ 2020 ഒരു ജ്യൂസ് എന്ന് പറയുന്നത് ഗ്രേപ്പ് ജ്യൂസാണ്. സീസണലാണ്. യെസ്, സീസണിൽ ഏതാണോ അതാണ് 2020 തരിക. ഇപ്പം ഗ്രേപ്പാണ്. ഇപ്പം ഗ്രേപ്പ്. അപ്പം ഇനി ഓറഞ്ച് വരും, മുസംബി വരും. ഏതാണെന്ന് ആ സീസണിൽ ഏതാണെന്ന് വെച്ചാൽ ആ സാധനം വരും. അപ്പോൾ ഇതാണ് ഹരിതീർത്ഥകര വെള്ളച്ചാട്ടം. അപ്പൊ ഇവിടെ ഇറങ്ങാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ പക്ഷെ ഇറങ്ങുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഒരു ടേസ്റ്റ് നമ്മളെ ഇവിടെ കൊണ്ടുവരുന്ന ഏകദേശം 10-25 കിലോമീറ്റർ സഞ്ചരിപ്പിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ സ്ഥലം പയ്യന്നൂരാണ്. ആ പയ്യന്നൂരിൽ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. അപ്പം തീർച്ചയായും അതിന്റെ പിന്നിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ടാവും. അത് ടേസ്റ്റ് തന്നെയാണ്. കംപ്ലീറ്റ് നമ്മളെ കാട്ടുന്നില്ല കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ്. കേറിയോ? ഫുള്ള് എല്ലാവരും കാട്ടിലെ നടന്നിട്ട് ആദ്യം ഇവർ ഇപ്പോഴും എത്തൂലെന്ന് പറയുന്ന കുറെ ചീത്തനം പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയാലും കംപ്ലീറ്റ് ആവേശമായി പോയല്ലായിരിക്കും. അബ്ദുവിടെ ഗ്യാസ് കൊണ്ട് ചോറിയുന്നുണ്ടല്ലോ. ചിക്കൻ ദോശ ഏതായാലും പൊളിയാണ്. പൊളിച്ച മസാല ഡിസൈൻ ഉണ്ട് കേട്ടോ. നല്ല യെല്ലോ ബോക്സിലും ഡയറി മിൽക്ക് സിൽക്കി അല്ലേ? പിന്നെ അകത്ത് എന്തോ സെറ്റപ്പ് ഉണ്ട്. ചോക്ലേറ്റ് മസാല പകരം മസാല ചോക്ലേറ്റ്. രണ്ട് വഴിയുണ്ട് മുമ്പിൽ. ഇപ്പൊ വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ ആ കൺഫ്യൂഷൻ ആയിട്ടാണ്. ദിശാബോധമൊന്നുമില്ല. അതന്നെ, അതൊന്നും കൊടുത്തിട്ട. പിന്നെ എന്തായാലും നമ്മളെ ജഗതി പറഞ്ഞ കണക്ക് നമ്മള് വലത്തോട്ടും മുന്നോട്ടും മാത്രം. അതാണ്. ഏതായാലും നമുക്ക് വലത്തോട്ടോട്ട് പോയാൽ എടുത്തു വെക്കാന്ന് പറയുന്നത്. നമുക്ക് വലത് നമുക്ക് എടുത്ത് വെച്ചിട്ട് നോക്കാം. വലതുഭാഗത്ത് കുറച്ച് വീതിയും കാണുന്നുണ്ട്. ഏതായാലും നോക്കാം. ഇനി അവിടെ എത്തിയിട്ട് വെള്ളച്ചാട്ടം ഉണ്ടോ ഇല്ലയോ എന്നല്ല. പക്ഷെ ഇവിടെ മേലെ ചോദിക്കാൻ വേണ്ടിട്ട് ആളെയും കണ്ടില്ല. അതെ, എല്ലാരും താഴെ വെള്ളച്ചാട്ടത്തില്. വണ്ടിയാകെ 2 വണ്ടിയാണ് കണ്ടത്. ഏതായാലും നമുക്ക് നടന്ന് നോക്കി നോക്കാം. ഇതാണ് അപ്പൊ നമ്മളെ കാന്തല്ലൂര് വാട്ടർഫോൾ. ഇതും ഒരു ചെറിയൊരു ഇടി പോക തന്നെയാണ്. കടല് അത്രയും നടന്ന് വന്ന് അന്നേരം അത്രയിലാണ്. പാസ് ഉണ്ട്, ഒരാൾക്ക് 50 രൂപ. അപ്പൊ നമ്മള് പാസ്സെല്ലാം എടുത്ത് കയറി. ഓ എന്താ മണം. അപ്പൊ ഇങ്ങനെ അടുപ്പിൽ ഇതാണ് സംഭവം ഉണ്ടാക്കുന്നത്. മുനിയറയിലേക്കുള്ള വഴി. മുനിയറ അത് എവിടെയാ നോക്കട്ടെ. അങ്ങനെ നമ്മള് ബോർഡർ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്ത്. ഏതായാലും മുന്തിരി കാണണമെങ്കിൽ നമ്മളിത് തേനിയിൽ തന്നെ വരണം. തേനിയിലെ തെന്മലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം, മുന്തിരി കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഫുള്ള് ഗ്രീൻ ആണ്. യെസ്, ഫുള്ള് ഗ്രീൻ. മറ്റേ ബ്ലാക്കിൽ നമുക്ക് അടുത്ത സ്ഥലം, അത് നമുക്ക് തീർച്ചയായും പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, ബ്ലാക്ക് മുന്തിരിയുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. ബ്ലാക്ക് മുന്തിരിനെ അങ്ങനെ വെറുപ്പിക്കണ്ട. യെസ്, അങ്ങനെ നമ്മള് കമ്പത്തെ കറുത്ത മുന്തിരി തോട്ടം. ഏതായാലും നമ്മൾ ഇതിനകത്ത് ഏതായാലും കയറിയിട്ട് നമ്മള് കറുപ്പ് മുന്തിരി നമ്മൾ നോക്കാം. ഇവിടുന്ന് ഏകദേശം പറിച്ച് പാക്ക് ചെയ്യുന്നുണ്ട് ഇവര്.
ഇതാണ് അലിയാർ ഡാമിൻ്റെ എൻട്രൻസ്. ഏതായാലും ഡാമിലേക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ വാൽപ്പാറയിൽ മെയിനായിട്ട് കാണുന്നത് തേയിലത്തോട്ടാണ്. അപ്പോൾ എസ്റ്റേറ്റ്. യെസ്. അപ്പോൾ ഇതിൽ പിന്നെ ഊട്ടിയും മൂന്നാറൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. ഞങ്ങൾ വാൽപ്പാറയിൽ നിന്നെല്ലാം ഇങ്ങനെ അവിടുന്ന് വിട്ട് ഇപ്പം ഷോളയാർ ഡാമിൻ്റെ അടുത്ത് കാണാൻ പറ്റും. ചെറുങ്ങനെ ഷോളയാർ ഡാം നമ്മളെ കാഴ്ചയിലുണ്ട്. ഷോളയാർ ഡാം പൊള്ളാച്ചിയിൽ നിന്ന് തുടങ്ങിയ യാത്ര, പൊള്ളാച്ചി, വാൽപ്പാറ, ഷോളയാർ, അതെല്ലാം കഴിഞ്ഞിപ്പം മലക്കപ്പാറ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ആതിരപ്പള്ളിയും കൂടെ കണ്ട് ഒരു മനസ്സ് ഒരു കുളിർമയോടുകൂടി നമ്മൾ ഇവിടുന്ന് യാത്ര അവസാനിപ്പിക്കുക. കുളിർമ ഇങ്ങനെ നമ്മളെ മേത്തൊക്കെ പറന്നിറങ്ങുന്നത്. വണ്ടി അവിടെ കൊണ്ടുപോകുന്ന സമയത്തെന്ന് വെച്ചാൽ വണ്ടിന്റെ കണ്ടീഷൻ വളരെ പോക്കായിരുന്നു. വളരെ പോക്ക്. പക്ഷെ ഇപ്പോഴും വണ്ടി കണ്ടീഷൻ ആയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് പെർഫെക്റ്റ് ആണ്. നല്ല സ്മൂത്ത് ആയി വണ്ടി നല്ല സ്മൂത്ത് ആയി. ശരിക്കും അത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കിത് ശരിക്കും മനസ്സിലാവും. ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണല്ലോ. അതുപോലെ ആ സസ്പെൻഷനിൽ മാറ്റിയത് ശരിക്കും അത് അറിയാനുണ്ട്. അതെ. അതുപോലെ നമ്മുടെ AC എല്ലാം ചില്ലായിട്ടുണ്ട്. ഭയങ്കര തണുപ്പ്. നമ്മൾ ഈ ഭയങ്കര തണുപ്പ്. എന്തായാലും വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി. അപ്പം താങ്ക്സ് ടു SS ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ. നമുക്കിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇല്ല ഇതൊരു 3-4-5 മണിക്കൂർ ഇന്നത്തെ ശരിക്കും വേവിച്ചെടുക്കണം. അപ്പോൾ തോണിക്കടവെന്ന് കക്കയം ഡാമിലേക്ക് പോകുന്ന വഴി ഒരു മിനി തേക്കടി. നമ്മൾ അങ്ങനെ തോന്നിപ്പിക്കും. നമ്മൾ സൈഡിലേക്ക് ഇടതുവശം നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയത് എന്തോ ഒരു തേക്കടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ. യൂജൻ റൈഡേഴ്സിന്റെ സെലിബ്രേഷൻ ആണ്. 2 മാസം ബർത്ത്ഡേ എല്ലാം ഇവിടെ അമ്പ പരിപാടിയാണ്. ഒരു പ്രത്യേകത പാട്ടെല്ലാം ഉണ്ട്. ഞാൻ ഈ കത്തിയാൽ രണ്ടാളും നോക്കട്ടെ. 2 സൈഡും. ഓക്കെ, പാട്ട് പാടാൻ റെഡി ആയിട്ട് ഇത് ഊതുണ്ടോ? അടിച്ചു പാട്ട് കോഴിക്കോട് ബീച്ച് പോലെ തന്നെ കാപ്പാട് ബീച്ചിനുമുണ്ട് മറ്റൊരു ഭാഗം. എന്താ തൂവപ്പാറ. അതിന് കാരണം ഇത് തന്നെയാണ്. നമ്മൾ നിൽക്കുന്ന വലിയൊരു പാറക്കെട്ടിന്റെ സംഭവം നല്ലതിലേക്ക് തന്നെ ഇറങ്ങി നിൽക്കുന്ന ഒരു പാറക്കെട്ട്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ച് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴി കാപ്പാട് ബീച്ചിൽ നമ്മൾ കാലുകുത്തിയിരിക്കുകയാണ്. 1498 നമ്മുടെ വാസ്കോഡ ഗാമി ഒരു 170 സഞ്ചാരികളും കൂടിയിട്ട് കാലുകുത്തിയ അതേ കാപ്പാട് ബീച്ചിൽ നമ്മൾ കാലുകുത്തിയിരിക്കുകയാണ്. ആ 2021 നമ്മൾ കാലുകുത്തിയത് നമ്മുടെ സ്വന്തം ബർഗ്മാനിൽ വന്നിട്ടാണ്. സുസുക്കി ബർഗ്മാനിൽ വന്നിട്ട് യൂജൻ റൈഡേഴ്സിലൂടെ കാലുകുത്തിയിരിക്കുകയാണ്. ഫലാഫിൽ സാൻഡ്വിച്ച്, ചക്ക ജ്യൂസ്, ചക്ക ഷെയ്ക്ക്, ജ്യൂസ് അല്ല ഷെയ്ക്കാണ്. UBM ആണല്ലേ ഇതിന്റെ പേര്. എന്തായാലും ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. തപ്പിയിട്ടാണ് വന്നിട്ട് UBM നമ്മ വീട് സാപ്പാട്. ഭയങ്കര കാറ്റും കുളിര്. ഇങ്ങനെ കോരിത്തരിക്കുന്ന രോമാഞ്ചം. കോരിച്ചെരിയുന്ന മഴ എന്ന് പറഞ്ഞ പോലെയാണ്. കോരിച്ചെരിയുന്ന കുളിര്. നല്ല ഫോഗുണ്ട്. ഭയങ്കര ഫോഗും തണുപ്പും കാറ്റും ഭയങ്കര സീനും. പ്രത്യേക ക്ലൈമറ്റ് ഉണ്ട്. ഈ ഊട്ടിയിൽ വന്നിട്ട് നമുക്ക് ഇത്ര വലിയ സുഖം കിട്ടിയിട്ടാണ്. ഈ എന്താന്ന് പറയുന്നത് ഔട്ട്സ്കേർട്ട് ഭയങ്കര സംഭവം തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത. നമ്മളെ ഫത്തൂഷ ആദ്യം നമുക്ക് നോക്കാം സംഭവം. അഭിപ്രായം സത്യസന്ധമായിരിക്കും. ഒന്നും പഠിക്കും. മോശമായിട്ടുണ്ടെങ്കിൽ മോശം തന്നെ പറയും. ഞാനുണ്ടാക്കാത്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അയ്യോ, പൊളിച്ച് അല്ലേ? അതുകൊണ്ട്
കിട്ടിയ സാധനം എന്താ പറയാ, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, സംഭവം കിട്ടിയ സാധനം. കുറ്റം പറയാൻ തന്നെ ഞാൻ പോലും നല്ല ഗായ്സ് തണുത്ത് വിറക്കുകയാണ്. തണുത്ത് വിറക്കുന്ന ഇങ്ങനെ നമ്മളിങ്ങനെ കൂനൂരിന്ന് ഊട്ടിയിൽ നിന്ന് ഇങ്ങനെ മസന്റെ കൂടി വഴി ഇങ്ങനെ ഇറങ്ങി പോവാ നാട്ടിലേക്ക്. അതെ. അപ്പോഴത് ഭയങ്കര ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇതാ മഞ്ഞ്, മറ്റേ മഴ പെയ്യുന്ന പോലെ മഞ്ഞ് പെയ്യുന്നത്. ഭയങ്കര എന്തെന്ന തണുപ്പും ഒരു രക്ഷയില്ലാത്ത സീൻ തന്നെ, പൊള്ളി സീനായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മളെ നൂഡിൽസ് പുള്ളിവട ടേസ്റ്റ് നോക്കട്ടെ. ഞാനൊന്നും ടേസ്റ്റ് നോക്കി. ഭയങ്കര ക്രിസ്പിയാണ്. നല്ല ക്രിസ്പി ആണ്. ആ കോൺഫ്ലവർ ഇട്ടോണ്ട് സത്യം പറഞ്ഞാൽ ഇതിന്റെ മേലെ ഇങ്ങനെ ചേട്ടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഞങ്ങളങ്ങനെ ഫാക്ടറി നന്നായിട്ട് വിസിറ്റ് ചെയ്ത് കംപ്ലീറ്റ് കണ്ടു. എല്ലാം നമുക്കൊരു വിശദമായിട്ട് വിശദീകരിച്ച് തന്നു എങ്ങനെയാണ് സംഭവം എന്നുള്ളതൊക്കെ. അതിന്റെ പ്രോസസ്സ്, ഓരോ സ്റ്റെപ്പും കാര്യങ്ങളും, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ വിശദമായിട്ട് നമുക്ക് എന്താ പറയാ, വിശദമായിട്ട് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല സൂപ്പർ. കേട്ട പോലെ നല്ല പഞ്ഞി പോലത്തെ ചോറ്, നല്ല അടിപൊളി റൈസ്, നല്ല ബീഫ്. അത് താഴത്തെ വ്യൂ പോയിന്റ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ. ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ ഷൂട്ടിങ് ഇങ്ങനെ നടക്കാണ്. മുകളിൽ നിന്നൊന്ന് ശരിക്കും ആ താഴത്തെ വെള്ളം ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ ഒരു എൻട്രൻസ് ടിക്കറ്റ് ഒക്കെ ഉണ്ട് താഴിലേക്ക് ഇറങ്ങാൻ വ്യൂ പോയിന്റ്, പക്ഷെ മേലെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സംഭവം ബാരചൗക്കി വാട്ടർഫോൾസ് നമ്മൾ ഗഗനചൗക്കി പോലെ ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടത്തേക്ക് വരാനുള്ളൊരു ലൊക്കേഷൻ അത് ഗൂഗിൾ ചെയ്തിട്ട് വരാം. ഗൂഗിൾ അമ്മാവൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ബാരചൗക്കി നടിച്ചാൽ മതി. ബാരചൗക്കി നടിച്ച് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. മൈസൂരിൽ നിന്ന് 70 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ വയനാട് വഴി വരികയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 140 കിലോമീറ്റർ ഉണ്ട്. അപ്പം വയനാട് നിന്ന് വരുമ്പോൾ കൊല്ലകൽ റൂട്ട്, അതാണ് അതിൻ്റെ റൂട്ട്. ഗുണ്ടൽപേട്ടിൽ നിന്ന് കൊല്ലകൽ നിന്ന് ഈ എന്താ പറയുക ബാരചൗക്കി അല്ലെങ്കിൽ ശിവസമുദ്ര വാട്ടർഫോൾസ് അങ്ങനെ അടിച്ച് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തും. അങ്ങനെ നമ്മൾ ടോയ്സിൻ്റെ കടയിൽ കയറി സ്റ്റാളുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഏതായാലും കുട്ടികൾ അങ്ങോട്ട് ഓർത്തേരം വാങ്ങി. ഞാനൊരു ലോറി എടുത്തു. കളർഫുൾ എൻ്റെ മോനിങ്ങനെ ലോറിൻ്റെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. അപ്പം കറക്റ്റ് ആ സാധനം തന്നെ കിട്ടുകയും ചെയ്തിന്. നാട്ടിലപേക്ഷിച്ച് റേറ്റ് വലിയ കുറവാണ്, ഒരുപാട് കുറവുണ്ട്. ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ റേറ്റ് ഏതായാലും നമ്മൾ പറയുന്നില്ലേ, നാട്ടുകാരുടെ കച്ചവടക്കാർ പ്രശ്നമാകണ്ട. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒരു വാങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ ഹാപ്പിയായി. ഇതിനകത്ത് 3 തരം ബീഫുണ്ട്. ഒന്ന് ഇതിനകത്തുണ്ട് നല്ല സാൻഡ്വിച്ച് പോലെ. യെസ്, ഒരു ബീഫ് മസാല എന്നല്ല പറഞ്ഞത്. 2 പൊറോട്ടൻ്റെ ഇടയിലായിട്ട്. പിന്നെ ബീഫ് പുലർത്തിയത്, പിന്നെ ഒരു ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ ഒരു ബുൾസൈ ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ട് ഇതിന് മുകളിൽ, പിന്നെ കുറച്ച് സലാഡ് ഉണ്ട്. മിക്സ് ചെയ്തിട്ട് മറ്റേ മസാല മിക്സ് ചെയ്തൊരു നല്ലൊരു സലാഡാണ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കുത്തിപ്പൊട്ടിക്കുക.